ഒരുപാട് നേരം അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാര്, ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ചേട്ടന്മാര്, ബസ്സിലെ കണ്ടക്ടർ ചേട്ടന്മാര്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന നഴ്സുമാര്, ഡോക്ടർമാര്, ഇതിനൊക്കെ പുറമെ കാല് തൂക്കിയിട്ട് ഓഫീസിന്റെ ഉള്ളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരുവിധം ആൾക്കാരിലൊക്കെ ഇന്ന് കണ്ടുവരുന്ന ഒരു രോഗമാണ് വേരിക്കോസ് വെയിൻ. വേരിക്കോസ് വെയിൻ എന്ന ഈ രോഗത്തിന്റെ കാരണങ്ങളും അതിന്റെ ഓരോ സ്റ്റേജിലും കണ്ടുവരുന്ന ലക്ഷണങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾ ചിലരുടെയൊക്കെ കാലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പാമ്പിന്റെ ആകൃതിയിൽ വളഞ്ഞു പൊളഞ്ഞിട്ടോ എട്ടുകാലിയുടെ വല പോലെയോ ഒക്കെയുള്ള സ്ട്രക്ചറിൽ ഓരോ ഞരമ്പ് തടിച്ച പോലെ. ഇത് ആക്ച്വലി ഞരമ്പല്ല, ഇത് വെയിനാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തത്തെ കൊണ്ടുപോകുന്ന ആർട്ടറികൾ, അതുപോലെ തന്നെ അശുദ്ധ രക്തത്തിനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന വെയിനുകൾ. ഈ വെയിനിന് സംഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് വേരിക്കോസ് വെയിൻ. എങ്ങനെയാണോ ശുദ്ധരക്തം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കാലിൽ നിന്ന് അശുദ്ധ രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മസിലാണ് സോളിയസ് മസിൽ. ഇത് മാത്രമല്ല, നമ്മളെ ഈ കാലിലെ സിരകളിൽ യൂണി ഡയറക്ഷനിലേക്ക് തുറക്കാൻ പറ്റുന്ന വാൽവുകളുണ്ട്. ഇവ രണ്ടുമാണ് അശുദ്ധ രക്തത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത്. ഈ വാൽവുകളുടെ ഫംഗ്ഷന് എന്തെങ്കിലും ഒരു കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഈ തിരിച്ചു പമ്പ് ചെയ്യേണ്ട ബ്ലഡ് കാലിൽ തന്നെ കെട്ടിക്കിടക്കും. ഇതാണ് ഇതിന്റെ പ്രധാന ലക്ഷണമായിട്ട് കാണുന്ന ഈ വളഞ്ഞു കാണുന്ന സിരകൾ. വേരിക്കോസ് വെയിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം പ്രായം. ഒരാളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് അവരുടെ രക്തക്കുഴലുകളും സിരകളും ഒക്കെ ദുർബലമായിട്ട് മാറാറുണ്ട്. ഇത് ആ വ്യക്തിയെ ഈ രോഗത്തിലേക്ക് നയിച്ചേക്കാം. രണ്ടാമത്തെ പ്രധാന കാരണമാണ് പാരമ്പര്യം, ഹെറിഡിറ്ററി. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഈ രോഗം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളും അതേ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പിന്തുടരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ കാരണമാണ് അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി. നിങ്ങളൊരു ശരീരഭാരം കൂടിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ശരീരഭാരം കാലുകളുടെ ഈ സിരകളിൽ അല്ലെങ്കിൽ വെയിൻസിൽ ഒരു പ്രഷർ കൊടുക്കുകയും വെയിൻസിന് ഡാമേജ് സംഭവിക്കാനും കാരണമാവാറുണ്ട്. നാലാമത്തെ കാരണമാണ് ലാക്ക് ഓഫ് എക്സസൈസ് അല്ലെങ്കിൽ ചലനത്തിന്റെ അഭാവം. നമ്മൾ ഒറ്റ നിൽപ്പിൽ നിന്ന് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒറ്റ ഇരിപ്പിൽ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ സിരകൾക്ക് പ്രഷർ കൂടി തന്മൂലം അതിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട്. ഇതും ഈ രോഗത്തിലേക്ക് നമ്മളെ നയിക്കും. അഞ്ചാമത്തെ കാരണം വളരെ റയറാണ്. വയറ്റിൽ അല്ലെങ്കിൽ അടിവയറ്റിലൊക്കെ ഉണ്ടാകുന്ന മുഴകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളർച്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കാലിലേക്കുള്ള സിരകൾക്ക് ഒരു കംപ്രഷൻ ഉണ്ടാക്കുകയും തന്മൂലം നമ്മളെ താഴത്തുനിന്ന് മുകളിലേക്കുള്ള ഈ ബ്ലഡിന്റെ ഫ്ലോയിനെ ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഇതും വേരിക്കോസ് വെയിന് ഒരു കാരണമാവാറുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങളാണ് വേരിക്കോസ് വെയിനിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. സ്റ്റേജ് 1, ബ്രൗൺ ഷെയ്ഡിലോ പച്ച നിറത്തിലോ കാണുന്ന ചിലന്തി വലയുടേതുപോലെയോ അല്ലെങ്കിൽ വളഞ്ഞു പൊളഞ്ഞോ കാണുന്ന വെയിനുകളാണ് ഇവിടെ കാണുന്നത്. സ്റ്റേജ് 2, നല്ല രീതിയിൽ എരിച്ചില്, പുകച്ചില്, തരിപ്പ് ഇവയൊക്കെ തോന്നുകയും എവിടെയെങ്കിലും കുറച്ചു നേരം നിൽക്കുമ്പോൾ ഇരിക്കാനുള്ള ടെൻഡൻസി തോന്നുകയും ഈ സ്റ്റേജിലുള്ളവർക്ക് ഉണ്ടായേക്കാം. സ്റ്റേജ് 3, കാലിൽ വീക്കം അല്ലെങ്കിൽ നീര് വന്നു തുടങ്ങും. കാല് നമ്മൾ ഉയർത്തി വെക്കുമ്പോൾ ഈ നീര് അല്ലെങ്കിൽ വീക്കം കുറയുന്നതായിട്ടും ഈ സ്റ്റേജിലുള്ളവർക്ക് കാണാൻ സാധിക്കും. സ്റ്റേജ് 4, കണങ്കാലിന് മുകളിലോട്ട് നല്ലവണ്ണം നീര് വെക്കുകയും ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് കാല് മാറുകയും ചെയ്യാറുണ്ട്. സ്റ്റേജ് 5, ചെറിയ രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് ഈ സ്റ്റേജിലാണ്. കൂടാതെ അൾസറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ സ്റ്റേജിൽ തന്നെയാണ്. സ്റ്റേജ് 6 ആകുമ്പോഴേക്ക് ഉണങ്ങാൻ പറ്റാത്തൊരു മുറിവായിട്ടാണ് ഇത് കാണുന്നത്. ഇത്തരം ലക്ഷണങ്ങൾ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് ശരിയായ ചികിത്സാ മാർഗം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാണ്ട് നമുക്ക് ഈ രോഗത്തെ മറികടക്കാനാകും.